ഹലോ ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉഴുന്നപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ. അപ്പം ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഉഴുന്നപ്പം ഉണ്ടാക്കാൻ പോണേ. അപ്പം നമുക്ക് രാവിലെ എണീറ്റപ്പോൾ ഒരു ആഗ്രഹം തോന്നി ഇതുണ്ടാക്കണം, കഴിക്കണം എന്നൊക്കെ. അപ്പം അങ്ങനെ ആഗ്രഹം തോന്നിയപ്പം അമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ ഉണ്ടാക്കണേ. അപ്പം നമുക്ക് ചായ കുടിക്കുമ്പം അതിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാം. അപ്പം വൈകുന്നേരമാണ്. അപ്പം അതിനുവേണ്ടി രാവിലെ അരി വെള്ളത്തിലിട്ടു. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേ, ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാകുമ്പോൾ ലൈക്കൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കണേ പുഴുക്കലരിയാണ്. അപ്പം പുഴുക്കലരി നമ്മൾ വെള്ളത്തിൽ ഓൾറെഡി രാവിലെ ഇട്ട് വെച്ചതാണ്. പിന്നെ കറിവേപ്പില വേണം, അതുപോലെ തേങ്ങ ചിരണ്ടിയത് വേണം. നമുക്ക് കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. പിന്നെ നമുക്ക് തേങ്ങ വേണം. തേങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. അത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു പാകത്തിനായിരിക്കണം തേങ്ങ വേണ്ടത്. പിന്നെ നമുക്ക് ചെറിയുള്ളി വേണം, അതുപോലെ ഉഴുന്ന് വേണം. അപ്പം നമ്മൾ ആദ്യം ഒരു പാൻ എടുത്തു. പാനിൽ നമ്മൾ ഉഴുന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതാണ് ഉഴുന്നിൻ്റെ പാകം. അപ്പോൾ നമ്മൾ ഉഴുന്ന് എന്ത് ചെയ്തു, നല്ല മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ, മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഒത്തിരി പൊടിയാവേണ്ട. കാരണം നമുക്ക് അപ്പത്തിൽ ജസ്റ്റ് കടിക്കാൻ ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റിന് ഒത്തിരി ഗ്രൈൻഡ് ആവേണ്ട അത്. പിന്നെ നമ്മൾ അരിപ്പൊടി എടുത്ത് അരിപ്പൊടിയും പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ചെറിയ പാൻ എടുത്തു. അപ്പം അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ, നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കാൻ പാകത്തിനുള്ള എണ്ണയാണ്. അപ്പം അതിനകത്തേക്ക് നമ്മൾ ആദ്യം തേങ്ങ കുഞ്ഞുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങ എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഒരു ചെറിയ ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയം നമ്മളിവിടെ പാൽ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതൊരു വൈകുന്നേരമാണ് സമയം, അപ്പോൾ ചായ കുടിക്കുന്ന സമയമാണ്. അപ്പം അതിൻ്റെ ഒപ്പം നമ്മൾ പാലും ചായ തിളപ്പിക്കാൻ വെച്ചേക്കുവാണ്. അപ്പം ഇപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി നന്നായിട്ട് ഇടണം, അതുപോലെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഇടണം കേട്ടോ, കാരണം നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പം നമ്മൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് ഇത് വഴണ്ട് ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവണം. അപ്പോൾ ഇതെൻ്റെ അനിയനാണ്, അവനിവിടെ പുറകുവശത്തിരിക്കുകയാണ്, അടുക്കളയുടെ പുറകുവശത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു മഴ വന്ന ഒരു സമയമാണ്. അപ്പോൾ അവൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ്. ഒരു നല്ല മഴക്കാറുണ്ട്. ഇപ്പോൾ മഴ പെയ്യും എന്നൊരു കണ്ടീഷനിലാണ് നിൽക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം മഴ പെയ്യോ പെയ്യില്ലേ എന്ന്. ഞാൻ എന്താ ചെയ്യണേ എന്നുള്ള രീതിയിലാണ് അച്ചാമ്മ ഇരിക്കണേ. പൂ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ പ്രിപ്പയർ ചെയ്യാനുള്ള പ്രിപ്പറേഷനിലാണ്, അമ്മയാണ് ഉണ്ടാക്കണേ. അപ്പം ഇതെല്ലാം പൊടിയെല്ലാം പൊടിഞ്ഞ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അരിപ്പൊടിയിലേക്ക് ഉഴുന്ന് പൊടിച്ചതിട്ടു. അതിനകത്തേക്ക് തേങ്ങ ചിരണ്ടി ഇതും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച കറിവേപ്പിലയും ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ നമ്മൾ ചെറുതായിട്ട് കൊത്തിയിട്ട് ബ്രൗൺ കളറിൽ വറുത്തെടുത്തിട്ടില്ലായിരുന്നു, അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒത്തിരി ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആവരുത്, എന്നാൽ അങ്ങനെ ഹാർഡാവുകയും ചെയ്യരുത്. പിന്നെ നമ്മൾ പുഴുക്കലരി ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് കട്ടിയായി പോകും. അപ്പം നമ്മൾ അതിനനുസരിച്ച് കുഴച്ച് വെച്ച് അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അതിനനുസരിച്ച് വേണം വെള്ളമൊക്കെ ആഡ് ചെയ്യാൻ. അപ്പം നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് മിക്സ് ആവണം ഇത്. അപ്പം മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ടതുണ്ട്, കാരണം ഒന്ന് ലൂസാവണം, കാരണം നമുക്ക് പരത്തെടുക്കാനുള്ളതല്ലേ. അപ്പം അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ. വെള്ളം ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളതിനകത്തേക്ക് അരിപ്പൊടി ചേർക്കേണ്ടി വരും. അപ്പം നമ്മൾ കുറച്ച് ചേർത്തിട്ട് ഇളക്കി അതിൻ്റെ പാകമാക്കിയാൽ മതി. അപ്പം ഇപ്പം നിങ്ങൾ കണ്ടോ, ഏകദേശം ഈ ഒരു പാകത്തിലാണ് ബാറ്റർ. അപ്പം നമ്മുടെ അച്ചാമ്മ അമ്പലത്തിൽ ഇപ്പോൾ മാലയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് ഏകദേശം അത് തീരാറായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇത് കണ്ടോ, നമ്മളൊരു ഉരുളിയാണ് എടുത്തേക്കണേ. ഇതിന് വേണ്ടിയിട്ട് ഉരുളിയിലേക്ക് നമ്മൾ ആ തേങ്ങയും ഉള്ളിയൊക്കെ വറുത്തെടുത്ത എണ്ണ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുക. ആ എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിപ്പോൾ കുഴച്ച് വെച്ച മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ പരത്തി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നപ്പം തയ്യാറാവും.
അപ്പം ഉഴുന്നപ്പത്തിൽ നന്നായിട്ട് ഉഴുന്ന് ചേർക്കണം കേട്ടോ, എങ്കിലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തേങ്ങ, അതുപോലെ ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് ഉണ്ടെങ്കിലാണ് ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ആഡ് ചെയ്യാൻ, ചിലപ്പോൾ കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്യുക. വെള്ളം ഒഴിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളൊരു വേറൊരു പാത്രം വെച്ച് മൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉഴുന്നപ്പം റെഡിയായി, അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഉഴുന്നപ്പം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം എങ്ങനെയുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? നല്ല സൂപ്പറാണ്. ആ എങ്ങനെയുണ്ട്? നല്ല അതിനുണ്ട് ചാമേ നല്ലതാ. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പം ഓക്കെ, ബൈ.